ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ശരിക്കും ഭയങ്കര അത്യാവശ്യമായിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റേക്കേഷനിലോട്ടാണ് ഞങ്ങളിവിടെ എത്തിയേക്കുന്നത്. അത്യാവശ്യമായിട്ടുണ്ടായിരുന്ന എന്ന് പറയാൻ കാര്യം, എനിക്ക് ഈ ബ്രേക്ക് ഭയങ്കര ആവശ്യമായിരുന്നു. അപ്പം ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വളരെ അടുത്ത് തന്നെ ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു സ്റ്റേക്കേഷനാണ്. നാപ്പിയർ ഹെറിറ്റേജ് എന്നാണ് ഈ സ്റ്റേക്കേഷൻ്റെ പേര്. ഇത് ഫോർട്ട് കൊച്ചിയിലെ ലില്ലി സ്ട്രീറ്റിലാണ് കേട്ടോ. ഒരു 200 വർഷം പഴക്കമുള്ള ഒരു പഴയ തറവാട് റിനോവേറ്റ് ചെയ്താണ് ഈ ഒരു ഹെറിറ്റേജ് റിസോർട്ട് മോഡലിലാക്കിയേക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ ഹെറിറ്റേജ് റിസോർട്ടിൻ്റെ അകത്ത് ചെന്നിട്ട് കാണാം. ഇതിൻ്റെ ഒരു മോഡൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഒരു ഹെറിറ്റേജ് റിസോർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന്. ആ ഒരു പഴയ തറവാട് മോഡൽ അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ ഒരു ഫീല് നമുക്കിവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും കിട്ടും. ഇത് അധികം നാളായിട്ടില്ല ഈ റിസോർട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ. ഒരു നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടും കൂടെയാണ്. അത് എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് ഒരു സ്റ്റേക്കേഷൻ, ഇപ്പോൾ എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാനായിട്ട് സ്റ്റേക്കേഷനിൽ മിക്കവരും പ്രിഫർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അധികം ദൂരം ട്രാവൽ ചെയ്യാതെ, അതാണ് എനിക്കൊക്കെ ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. കാരണം ഒത്തിരി ട്രാവൽ ചെയ്യാതെ പെട്ടെന്നൊരു സ്റ്റേക്കേഷൻ, അതും ഫോർട്ട് കൊച്ചി പോലൊരു സ്ഥലത്ത്. ഫോർട്ട് കൊച്ചി നല്ല രസമുള്ള നമുക്ക് ഇവിടുത്തെ സ്ട്രീറ്റ്സും ഒക്കെ നമുക്ക് ഈവനിങ് ഒക്കെ നടക്കാനും, ഞാനത് ഈവനിങ് വെളിയിലോട്ട് പോകുമ്പോൾ കാണിക്കാം. അപ്പോൾ നല്ലൊരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി, നമുക്കൊരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാനും. ഇതിൻ്റെ പൂള് നല്ല രസമാണ്. നല്ല നടുമുറ്റം പോലൊരു സ്ഥലത്താണ്. നല്ല രസമുള്ള ഒരു സ്വിമ്മിങ് പൂള്. നിങ്ങൾക്ക് ഈ ബുക്കിംഗ് വെബ്സൈറ്റ്സിൽ ഈ അഗോഡ, booking.com, അങ്ങനത്തെ മേക്ക് മൈ ട്രിപ്പ്, അങ്ങനത്തെ സൈറ്റിലൊക്കെ നോക്കിയാൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് കേട്ടോ. വീക്കെൻഡൊക്കെ അത് ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയതുകൊണ്ടാണ് ഈ റേറ്റിൽ വരുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ റേറ്റ് കൂടും. ഓരോ റൂമിനും ഓരോ പേരാണ് വരുന്നത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ പേര് കണ്ടത് എൽഫിൻ സ്റ്റോൺ. നാപ്പിയർ ഹെറിറ്റേജിലെ ഒരു കുഞ്ഞ് റൂം ടൂർ കാണാം കേട്ടോ. വന്ന പാടെ ഒരാൾ റെസ്റ്റ് എടുക്കാനായിട്ട് ശയിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പഴയ ഹെറിറ്റേജ് ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ റൂംസൊക്കെ ഒരു പഴയ തറവാട്ടിലൊക്കെ ഉള്ളൊരു റൂമായിരിക്കണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ലൈറ്റിംഗ് കുറവാണ് കേട്ടോ. വെച്ചാൽ എല്ലാ ഒരു വുഡൻ, ഇത് ഭയങ്കര ബ്രൈറ്റ് ലൈറ്റൊന്നും അല്ല, കുറച്ച് ഒരു ഡിം ലൈറ്റാണ്. വിൻഡോ ഇതാണ്, സൈഡിലെ ഒരു വിൻഡോ ആയിട്ട്. ബെഡ് വുഡൻ ബെഡൊക്കെയാണ് വന്നേക്കുന്നത്. സൈഡിൽ പെട്ടി വെക്കാനായിട്ടൊരു സംഭവമുണ്ട്. ഇവിടെയും വിൻഡോ, പക്ഷേ പുറത്തോട്ട് ഓപ്പൺ ചെയ്യുന്ന വിൻഡോ ആണ്, അതുകൊണ്ട് തുറന്നില്ല. ഇവിടെയും ഇങ്ങനത്തെ ഒരു വാർഡ്രോബ് തുറന്ന് കാണിച്ചു തരാവേ. ഒരു ലോക്കർ ഫെസിലിറ്റി ആയിട്ടുള്ള ഒരു 2 ഡോർ വാർഡ്രോബിലൊക്കെ കൊത്തുപണിയൊക്കെ കണ്ടോ. പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സിങ് ടേബിളാണ്. നല്ല രസമുള്ള കൊത്തുപണികളല്ലേ. ഇതിൻ്റെ സൈഡിലുള്ള ആ വർക്ക് നല്ല രസമാണ്. ആ ചെയറിലും ഉണ്ട് അത് തന്നെ പണി. ഡ്രസ്സിങ് ടേബിളിൻ്റെ സൈഡിലും ഒരു ചെറിയ മേശയുണ്ട്. അതിൽ കെറ്റിലൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് പുറത്തോട്ട് ഞാൻ പെട്ടി വെച്ചു. ശരിക്കും പെട്ടി അപ്പുറത്താണ് വെക്കേണ്ടത്. അതിൻ്റെ മുകളിലായിട്ട് ഒരു TV. ഇതാണ് വാഷ്റൂം അത്യാവശ്യം നല്ല വലിയൊരു വാഷ്റൂമാണ്. റെയിൻ ഷവറൊക്കെ ആയിട്ട്. ഈ ഷാമ്പൂ കണ്ടീഷണറൊക്കെ വെച്ചേക്കുന്ന ബോട്ടിൽ നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടി ബോട്ടിലല്ലേ. ഇത് പുതുക്കി പണിയുന്നതിന് മുമ്പ് ഈ ബിൽഡിംഗ് ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് ഈ റിസോർട്ട് ആയിക്കഴിഞ്ഞതുകൊണ്ട് ഈ പരുവത്തിലാണ് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ. റെസ്റ്റോറേഷന് മുമ്പുള്ള ഈ നാപ്പിയർ ബിൽഡിംഗ്. ലില്ലി സ്ട്രീറ്റിൽ ഇങ്ങനൊരു ബിൽഡിംഗ് ഞാൻ പറഞ്ഞ 200 വർഷമായിട്ട് പഴക്കമുള്ള ഒരു ബിൽഡിങ്ങാണ് ഫോർട്ട് കൊച്ചിയിൽ. അത് കഴിഞ്ഞ് കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞ് ഇവർ ഇങ്ങനെ ആക്കിയെടുത്തു. ഗേറ്റിൽ നിന്നുള്ള വ്യൂ, ബിഫോർ ആഫ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്കൊരു അതിശയം അല്ലേ. ഇതിവിടുത്തെ ബേസ് കാറ്റഗറി റൂമാണ്. ബേസ് കാറ്റഗറി ഞങ്ങൾ താമസിച്ചിരുന്നത് അതിൻ്റെ തൊട്ട് മുകളിലത്തെ, താമസിക്കുന്നത് ആ പ്രീമിയം കാറ്റഗറി. അതിൻ്റെ ഒരു ആംബിയൻസ് ഡിഫറൻസ് ആണ്. ആ റൂം സൈസ് വലിയ ഡിഫറൻസ് ഇല്ല. ഇപ്പോൾ ബേസ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ, മറ്റേതിൽ ആ മുകളിൽ കുറച്ച് തടി, ആ ഒരു പഴയ കട്ടിലിൻ്റെ ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അല്ല റൂം സൈസായിട്ട് വലിയ ഡിഫറൻസ് ഇല്ല. റേറ്റും ഒരു 1,500 ഡിഫറൻസ് ആണ് 2 കാറ്റഗറി ആയിട്ട് ഉള്ളത്. കബോർഡ്സൊക്കെ കുറച്ചുകൂടെ വലുതായിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റേടത്ത് ഈ മുകളിൽ ആ ഒരു സപ്രമഞ്ചം പോലത്തെ സംഭവം ഇല്ലെന്നേ ഉള്ളൂ. ഇത് ഇവിടുത്തെ ക്ലബ് കാറ്റഗറി റൂമാണ് കേട്ടോ. ഇത് പിന്നെ നല്ലൊരു സ്പേഷ്യസ് റൂമായിട്ട് തോന്നി. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്.
മനസ്സൊക്കെ ഇങ്ങനെ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഒരു ദിവസമോ 2 ദിവസമോ നമ്മൾ സ്ഥിരം നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഒന്ന് പറ്റുകയാണെങ്കിൽ അത് മനസ്സിന് ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും. അതിപ്പോൾ ഇന്നൊരു ഭയങ്കര ഒരു പോഷ് ഒരു റിസോർട്ട് വേണമെന്നൊന്നുമില്ല. ഒരു കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, ഒരു നല്ലൊരു ശാന്തസുന്ദരമായ ഒരു പ്രദേശമാണെങ്കിലോ, അല്ലെങ്കിൽ ഇവൻ നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആരുടെയെങ്കിലും ഒരു വീടോ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീടോ, എവിടെയാണെങ്കിലും നമുക്ക് മനസ്സിന് കുറച്ച് ഓപ്പണായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന, നമ്മൾ സ്ഥിരം നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് മാറി 1-2 ദിവസം നിൽക്കാൻ പറ്റുന്ന, എപ്പോഴും നമ്മുടെ മനസ്സിന് കുറച്ച് റിഫ്രഷ്ഡ് ആയിട്ട് എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം പറയണം. മറ്റേ ലീല ഇതിൻ്റെ റോഡാണെന്ന് സംശയം. ഗ്രൗണ്ടിൻ്റെ ഏതോ ഒരു ഭാഗത്താന്ന് തോന്നുന്നു ലീല. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ ഫോർട്ട് കൊച്ചിയിലെ ലില്ലി സ്ട്രീറ്റിൽ കൂടെ ഒന്ന് ഉലാത്താനായിട്ട് ഇറങ്ങി. വെറുതെ 4 മണി വാക്കിംഗ്. നല്ല രസമല്ലേ ഇവിടുത്തെ ഫോർട്ട് കൊച്ചി റോഡിൽ കൂടെ ഒക്കെ ഒന്ന് നടക്കൽ. പഴയ പ്രത്യേകിച്ച് ഒച്ചയമ്പകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ വീക്കെൻഡ് ആയിട്ടില്ല, വീക്കെൻഡ് നാളെയല്ലേ തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഇന്ന് വലിയ റഷൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു റിലാക്സ്ഡ് മോഡിൽ ഇങ്ങനെ, എന്നുവെച്ചാൽ ഇതൊരു ഫ്രൈഡേ ആണ് എന്നർത്ഥം. ഇതൊരു ഫ്രഞ്ച് കൺസ്ട്രക്ഷനാണ് ഇവിടെ ഫുള്ളി ഫോർട്ട് കൊച്ചിയിൽ. ഫോർട്ട് കൊച്ചി അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറയാണ്. അപ്പം നല്ല രസമാണ് നമുക്ക് ഈ ഫോർട്ട് കൊച്ചി സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ. പ്രത്യേകം എറണാകുളത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ തന്നെ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് ആക്ച്വലി. ഞങ്ങളുടെ ഫേവറേറ്റ് ബ്രഞ്ച് സ്പോട്ടാണ് കേട്ടോ. ഇടയ്ക്ക് ഞങ്ങളിവിടെ ബ്രഞ്ച് കഴിക്കാൻ വരാറുണ്ട്. ലില്ല എന്ന് പറയുന്നൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടുത്തെ വേറൊരു ഫേമസ് കഫേയിൽ ഞങ്ങൾ നടന്നെത്തി, ലോഫേഴ്സ് കോർണർ. ഈവനിങ് 6 to 7 കഥകളിയുണ്ട് എല്ലാ ദിവസവും. അപ്പം ഞങ്ങളിന്ന് കഥകളി കാണാനായിട്ട് ഇവരുടെ കോൺഫറൻസ് ഹാളിലോട്ട് പോവുക. കഥകളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു കഥകളി പെർഫോമൻസ് കാണുന്നത്. സാധാരണ ഒരു 10-15 മിനിറ്റ് എനിക്ക് തോന്നി ഈ കോമ്പറ്റീഷനോ അങ്ങനെ ഒരു ചെറിയ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 20-25 മിനിറ്റ്സ് കഥകളിയിലെ ഓരോ മുദ്രകൾ എന്താണെന്നൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓരോ മുദ്രകളുടെ മീനിങ് എന്താണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. അപ്പം അത് കഴിയുമ്പോൾ നമുക്കപ്പം എനിക്കിപ്പം ഡാൻസ് പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഓരോ മുദ്രകളുടെ മീനിങ് ഒക്കെ അറിയാം. പക്ഷെ അറിഞ്ഞുകൂടാത്തവർക്ക് അത് മനസ്സിലാവും, ഓരോ മുദ്രകളുടെ അർത്ഥം എന്താണ്, ഇങ്ങനെ അതിൻ്റെ മീനിങ് ഒക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ എനിക്കുവാണെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരൊരു ഡാൻസ് ഡ്രാമ പോലെ അത് തന്നെ ആദ്യം ആ മുദ്രകൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാൻസ് ഡ്രാമ തന്നെ അതിൻ്റെ സ്റ്റോറി ആദ്യം ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പിന്നെ ആ ഡാൻസ് ഡ്രാമയിലോട്ട് കിടക്കുന്നത്. അതും ഭയങ്കര എക്സലൻ്റ് ആയിട്ട് അവർ കാണിച്ചിരുന്നു. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അപ്പം ഇത്രയും ഒരു 1 hour ഒരു കഥകളി പെർഫോമൻസ് കണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നെക്സ്റ്റ് ഡേ രാവിലെയാണ് ഞങ്ങൾ പൂളിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇന്നലെ രാത്രിയിൽ റൂമിൽ നിന്ന് നല്ല ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. റൂമിൽ നിന്ന് കഴിച്ചുകൊണ്ടാണ് ഈ റെസ്റ്റോറൻറ്റ് എവിടെയാണ്
ഇങ്ങോട്ടാണ്. റൂമിൽ ഇരുന്ന് ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടാണ് പിന്നെ വീഡിയോസൊന്നും എടുക്കാഞ്ഞത്. ഞാൻ ആ ഫോർട്ട് കൊച്ചി സ്ട്രീറ്റിൽ കൂടെ തേരാ പാരാ നടന്നുകൊണ്ട് നല്ല ടയേർഡായിരുന്നു. പിന്നെ എനിക്ക് റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിക്കാനായിട്ട് മടിയായിരുന്നു. അപ്പോൾ ഏതായാലും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നുണ്ടല്ലോ റെസ്റ്റോറൻറ്റിൽ. ഇതാണ് റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഒരു ദിവസത്തെ നല്ലൊരു പ്ലസൻറ്റ് സ്റ്റേ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാറ്. ശരിക്കും നല്ലൊരു സ്റ്റേക്കേഷനായിരുന്നു. നമുക്ക് ഒരു ദിവസം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ചിങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ വീഡിയോസും ഒക്കെ ചെയ്തെങ്കിലും എനിക്ക് അങ്ങോട്ട് ഓക്കെ ആവാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഒരു ദിവസത്തെ സ്റ്റേ കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ ആയി, ഒന്ന് ഇച്ചിരി ഒന്ന് റിലാക്സ്ഡ് ആയി. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒന്ന് ഒരു ചേഞ്ച്, ഒരു ദിവസം ഒന്ന് പുറത്ത് പോയി നിൽക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് നമ്മുടെ മനസ്സൊന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആവുമല്ലോ. അങ്ങനെ ഒരു റിലാക്സേഷൻ കിട്ടി ഇവിടെ വന്ന് ഒന്ന് മാറി ഒരു ദിവസം നിന്നപ്പോഴത്തേക്കും. അങ്ങനെ ഒരു നല്ലൊരു സ്റ്റേക്കേഷനായിരുന്നു. അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റി. ഇനി വീട്ടിലോട്ട് ചെല്ലുമ്പോൾ വീണ്ടും പഴയ പോലെ ആകുമോ എന്നറിയില്ല. എന്നാലും മാക്സിമം നോർമലായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. എപ്പോഴും പറ്റാറില്ല. ഞാനിങ്ങനെ ആലോചിക്കും, എനിക്ക് എന്താ പ്രശ്നം, ഞാനിങ്ങനെ എല്ലാം ഓക്കെ വീഡിയോസൊക്കെ ചെയ്ത് നന്നായിട്ടിരിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പോകുന്നത്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഓൾ ഓഫ് എ സഡൻ അടുത്ത സെക്കൻഡ് എൻ്റെ ചിന്തകളെല്ലാം നേരെ അങ്ങ് ഈ നിങ്ങൾ അയക്കുന്ന കമൻസൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള എല്ലാം നല്ല കമൻസ് എല്ലാവരും അയക്കുമ്പോഴത്തേക്ക് അതൊക്കെ വായിച്ച് ഞാൻ നല്ല മോട്ടിവേറ്റഡ് ആവുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീണ്ടും താങ്ക് യു പറയാണ്. ശരിക്കും അതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഇൻസ്പിറേഷനൊക്കെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ അങ്ങനെ ചെയ്യണം ചേച്ചി, ഇങ്ങനെ ചെയ്യണം ചേച്ചി, ചേച്ചിയുടെ വീഡിയോസ് കാണുമ്പം ഞങ്ങൾ ഭയങ്കര ഇൻസ്പയർഡ് ആണ്. അപ്പോൾ ഡെയിലി വ്ളോഗ്സ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്കൊരു എനർജി കിട്ടും. നാളെ തൊട്ട് വീഡിയോ ചെയ്യണം, നല്ല വ്ളോഗ്സ് ചെയ്യണം എന്നൊക്കെ തോന്നും. പക്ഷേ അടുത്ത സെക്കൻഡ് എൻ്റെ തിരിയുന്നതാണ് എന്താ സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ വീണ്ടും ഈ ശങ്കരം പിന്നെയും തെങ്ങി തന്നെ എന്ന് പറയുന്ന പോലെ പിന്നെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ എനിക്ക് കംപ്ലീറ്റ് ചിന്തകൾ പോയോ, എനിക്കിങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കാരണം ഞാനെങ്ങനെ എനിക്ക് എപ്പോഴും തോന്നും ഞാൻ കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴും ഒന്നും ഉണ്ടെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് ആവാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തകളിങ്ങനെ മാറി മാറി വരും. പിന്നെ വിചാരിക്കും അങ്ങനെ ചിന്തിക്കരുതെന്നൊക്കെ വിചാരിക്കും. എന്നാലും എപ്പോഴും ആ ചിന്തകളിങ്ങനെ എന്നെ ഡിസ്റ്റർബ്, ഞാൻ കംപ്ലീറ്റ് അല്ല, അങ്ങനെയൊക്കെ ഓരോ തോന്നലുകൾ വരും. അതിൽ ഓക്കെ ആവാൻ ശ്രമിക്കും. ഇങ്ങനെയൊക്കെ ഒരു ചേഞ്ച് വരുന്നത് നല്ലതാണ്. അപ്പം ഇപ്പം ഞാൻ തൽക്കാലം ഇന്നിപ്പം നോർമലായിട്ടിരിക്കുകയാണ്. നാളെ എന്താവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പം ഇതിപ്പോൾ എനിക്കൊരു നല്ലൊരു സ്റ്റേക്കേഷനായിരുന്നു കേട്ടോ. നല്ലൊരു റിലാക്സ്ഡ് ആയി, ഒരു ദിവസത്തെ ഒരു നല്ലൊരു ചേഞ്ചാണ്. അപ്പം ഇതേപോലൊരു സ്റ്റേക്കേഷൻ വേണ്ടവർക്ക് എനിക്ക് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇതിപ്പോൾ ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ റെഫറൻസിൽ വന്നതാണ് കേട്ടോ. അപ്പം ആ ഫ്രണ്ടിനും ഒരു താങ്ക് യു പറയണം. നല്ല സമയത്താണ് എനിക്കിങ്ങനൊരു ഇത് വന്നത്, ഒരു സ്റ്റേക്കേഷൻ വന്നത്. അപ്പം ഇതേപോലെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേക്കേഷന് പറ്റിയൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. ഒത്തിരി യാത്രകളൊന്നും പോകാതെ ഫോർട്ട് കൊച്ചി നല്ലൊരു സ്ഥലമാണ്. ഇങ്ങനെ നമുക്ക് വൈകുന്നേരം പോയി നടന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ നല്ലൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങളിനി ഇവിടുന്ന് ഇപ്പോൾ രാവിലെ നേരത്തെ ചെക്കൗട്ട് ചെയ്യണം. 11:30ക്കാണ് ചെക്കൗട്ട്. അപ്പോൾ ഞങ്ങളിപ്പം 10 മണിക്ക് ചെക്കൗട്ട് ചെയ്ത് സിനിമയ്ക്ക് ടിക്കറ്റ് നോക്കിയിട്ടുണ്ട്. കൽക്കി കാണാൻ പോവാം. അപ്പോൾ ശരി, നമുക്കിനിയും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ നല്ല നല്ല കമൻസ് തുടരുക. എൻ്റെ മനസ്സ് നിറഞ്ഞ് നന്ദി ഞാൻ വീണ്ടും വീണ്ടും പറയുക കേട്ടോ. നിങ്ങളുടെ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് എല്ലാവർക്കും. അപ്പം ബായ്.